മുഖ്യമന്ത്രിയുടെ 7 ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വന്യമൃഗ ശല്യം തടയാൻ എന്ത് ചെയ്തു? ധനപ്രതിസന്ധി രൂക്ഷമായിട്ടും സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള ഫണ്ട് കുറച്ചത് എന്തിനാണ്? നാഷണൽ ഹൈവേയിൽ പൊളിഞ്ഞതിൽ സ്വീകരിച്ച നടപടി എന്താണ്? ആശാ വർക്കർമാരുടെ ഓണറേറിയം, റബ്ബറിന്റെ താങ്ങുവില, ലഹരി മരുന്നുകൾക്കെതിരെ എടുത്ത നടപടികൾ എന്നിങ്ങനെ 7 ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിയോട്. നിങ്ങൾ റബ്ബറിന് 250 രൂപ തറവില കൊടുക്കാം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ട് നിങ്ങളത് കൊടുക്കുന്നില്ല? നെല്ല് സംഭരണം പാളിയത് എന്തുകൊണ്ട് ശരിയാക്കുന്നില്ല? നാളികേര സംഭരണം എന്തുകൊണ്ട് നടക്കുന്നില്ല? കർഷകർ സങ്കടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർഷകരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കാത്തത്? 7ാമത്തെ ചോദ്യം, കേരളം ലഹരി മരുന്ന് ഹബ്ബാക്കിയതിൻ്റെ ഉത്തരവാദിത്തം, രാഷ്ട്രീയ രക്ഷാകർതൃത്വം, പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മാഫിയയ്ക്ക് കൊടുത്ത നിങ്ങളുടെ പാർട്ടിക്ക്, ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും സർക്കാരിനുമല്ലേ? കേരളത്തെ ലഹരി മരുന്നിന്റെ ആസ്ഥാനമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്തം ഈ സംസ്ഥാന ഗവൺമെന്റിനില്ലേ? ഈ 7 ചോദ്യങ്ങൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രി മറുപടി പറയണം. അമൽ തേനമ്പ്രമ്പിൽ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. അമൽ, മെറിറ്റിലേക്കുള്ള പ്രചാരണം എത്തലാണോ ഇത്? ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന, ഇപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെയാണെങ്കിൽ വന്യജീവി ആക്രമണം ഉൾപ്പെടെ അത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഫോക്കസ് വികസനത്തിലേക്കും സർക്കാരിന്റെ പെർഫോമൻസിലേക്കും എത്തുകയാണോ? എത്തിക്കാൻ UDF ശ്രമിക്കുകയാണോ? അതിനോടുള്ള ഇടത് ക്യാമ്പിന്റെ പ്രതികരണം എങ്ങനെയാണ് അമൽ? രതീഷ, പല വിഷയങ്ങൾ ചർച്ച ചെയ്തു പോയി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. അത് തുടക്കത്തിലുണ്ടായിരുന്ന ഒരു വിഷയവും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അൻവറടക്കമുള്ള വിഷയങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങളെ ഏറ്റവും താഴെത്തട്ടിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയാക്കാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ 7 ചോദ്യങ്ങൾ എണ്ണി ചോദിക്കുന്നു. അതിന് സർക്കാർ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യം. അതിൽ ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലമ്പൂരിൻ്റെ മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ വന്യമൃഗ ആക്രമണങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നു. ഈ വിഷയത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, വർഗീയമായ പ്രചരണം അഴിച്ചുവിടുകയാണ് മുഖ്യമന്ത്രി എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ സജീവ ചർച്ചയാക്കി നിർത്താൻ ശ്രമിച്ച ഒരു വിഷയമാണ് ഇസ്രായേൽ, അതോടൊപ്പം തന്നെ ഇറാൻ പരസ്പര ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ഇസ്രായേലിനെ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് പോലും മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച് ഒരു പ്രചരണം നടത്തി. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ പറയുന്ന മലബാർ മേഖല എന്നുള്ള ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ആ വിഷയത്തെ ചർച്ചയാക്കാൻ ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാൻ വിഷയം നിലമ്പൂരിൽ ഒരു ചർച്ചാ വിഷയമേ അല്ല, ഒരു പ്രധാന ചർച്ചയേ അല്ല എന്നുള്ള കാര്യമാണ്. ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്ന വിഷയങ്ങളോട് സ്ഥാനാർത്ഥി കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതികരിച്ചു പോയിരുന്നു. വികസന വിഷയങ്ങൾ ചർച്ചയാക്കിയാണ് സ്ഥാനാർത്ഥി എന്തായാലും മുന്നോട്ട് പോകുന്നത് എങ്കിൽ മറ്റ് വിഷയങ്ങൾ, ജമാഅത്ത് അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി തന്നെ നിർത്തി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി അടക്കം ഇപ്പോഴും ശ്രമിക്കുന്നത്.